ഇത് ഞാൻ വെറുതെ തുമ്മിയതാണ്, പക്ഷെ ഞാനൊരു തുമ്മൽ അഡിക്റ്റ് ആണെന്നൊക്കെ. എന്താ പറയുക, അലർജി കൊണ്ട് കഷ്ടപ്പെടുന്നവർ കുറേ പേര് ഉണ്ടെന്നുള്ളത് അറിയാം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ച് പേർക്ക് മാത്രം എന്താണ് ഇങ്ങനെ അലർജി വരുന്നത്? എന്ത് കണ്ടാലും തുമ്മി ഞാനൊക്കെ ഒരു 1000 തുമ്മൽ 1000 അല്ല കുറച്ചൊക്കെ തള്ളലായി പോകുന്നൊക്കെ. എന്നാലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി മടുത്തു പോകും, ഇങ്ങനെ മൂക്കിങ്ങനെ ചൊറിഞ്ഞിട്ട് തുമ്മൽ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ വരെ ചിന്തിച്ചിട്ടുണ്ട് ഗൈസ് എന്നൊക്കെ. അത് ഈ തുമ്മലുള്ളവർക്കേ അതിന്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ. തുമ്മി നമ്മുടെ എന്തൊക്കെയോ പുറത്ത് വരുന്ന പോലെ വരെ നമുക്ക് തോന്നാറുണ്ടല്ലേ. അപ്പൊ എന്താ ഈ തുമ്മലുള്ളവര് എന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സാധാരണ ഹാംലെസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും, ഈ ഡസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, പൂക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പിളി പുതപ്പിക്കില്ലേ, അത് എല്ലാവർക്കും അതൊരു റിയാക്ഷൻ ഉണ്ടാക്കണമെന്നില്ല. റിയാക്ഷൻ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ ഓവർ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകളിലാണ്. അപ്പം ഞാനൊക്കെ അങ്ങനെ അതായത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഡസ്റ്റോ അങ്ങനെ എന്തെങ്കിലും അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ സാധാരണ ഹായ് പറഞ്ഞു വിടേണ്ടതിന് പകരം എന്താ പറയാ, വല്ലാണ്ട് ഉമ്മലും വീറ്റലും മൂക്കുയറിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അതിനെ അങ്ങ് ഓവർ റിയാക്ട് ചെയ്ത് ആ ഒരു രീതിയിലാണ് ഈ പാവം പൊടികളോടും കമ്പിളിപ്പൊക്കിനോടൊക്കെ പെരുമാറുക. നമ്മുടെ അത് ഓരോരുത്തരുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പൊ അതിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ റിയാക്ഷൻ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഇതിന് മാത്രം പഠിക്കുന്ന സമയത്ത് ഇത്രയും തുമ്മലില്ല, നല്ലത് ഞാൻ കാര്യമായിട്ട് പഠിച്ചു വെച്ചേനെ. എന്നാലും എന്റെ ഓർമ്മ വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. ഈ തുമ്മൽ ഉള്ളവരുടെ, അതായത് അലർജി ഉള്ളവർക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ സംഭവങ്ങളോട് ഓവർ റിയാക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്ത് ഹൈപ്പർ സെൻസിറ്റീവ് ആണ് നമ്മുടെ നോസ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പോളൻ അല്ലെങ്കിൽ ഡസ്റ്റ് പോലത്തെ സാധനം വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഓവർ റിയാക്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് റിലീസ് ചെയ്ത് നമ്മുടെ ഈ നോസിലെ നമ്മുടെ മൂക്കിന്റെ പാലമില്ലേ, പാലത്തിന്റെ അവിടെ പോയിട്ട് ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കി അപ്പൊ നമ്മളിങ്ങനെ ആക്കൂലേ, അങ്ങനെ മൂക്ക് ചൊറിഞ്ഞ് നമുക്ക് തുമ്മൽ വരുന്നതാണ് ഗൈസ്. തുമ്മി ജീവിതം അവസാനിപ്പിക്കാനായവരോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ തുമ്മുന്നത്. അപ്പൊ എല്ലാവരും തുമ്മുന്നില്ലല്ലോ, കുറച്ച് പേരല്ലേ തുമ്മുന്നുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുക, നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം. ഇനി തുമ്മുമ്പോ ആണെങ്കിലും നമ്മൾ ആ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ട്, അതായത് എന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അവരിൽ നിന്ന് ഡിഫറെന്റ് ആയതുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കാനും ഒക്കെ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, തുമ്മി കിളി പോയി എന്നൊക്കെ, അമ്മാതിരി തുമ്മലാണെന്നൊക്കെ. ഇനി കാണിക്കാൻ ഹോമിയോ കാണിച്ചു, അലോപ്പതി കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഒന്നും നടപടിയാവുന്നില്ല. ഏതായാലും പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിവായി പോവുക, പിന്നെ മാസ്ക് വെക്കുക. ഇതൊക്കെയാണ് ഒരു നടപടിക്രമങ്ങളായിട്ട് ഈ അലർജിക്കെതിരെ. ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മളോട് അങ്ങനെ പറയാം, മാസ്ക് വെച്ച് നടക്കുക, പരമാവധി അലർജൻസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്.